أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا تحرك به لسانك لتعجل به إن علينا جمعه وقرآنه فإذا قرأناه فاتبع قرآنه ثم إن علينا بيانه كلا بل تحبون العاجلة وتذرون الآخرة وجوه يومئذ ناظرة إلى ربها ناظرة ووجوه يومئذ باسرة تظن أن يفعل بها فاقرة صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഖിയാമയുടെ 15 ആയത്തുകളായിരുന്നു നേരത്തെ നമ്മൾ വിശദീകരിച്ചത്. 16 മുതൽ 25 കൂടിയ ആയത്തുകളാണ് ഓതിവെച്ചത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. ലാ തുഹരിക് ബിഹി ലിസാനക. നീ നിൻ്റെ നാവ് ചലിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടതില്ല. ലാ തുഹരിക് ബിഹി ലിസാനക. നീ നിൻ്റെ നാവ് ചലിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടതില്ല. ലിതഅജല ബിഹി. ഇത് വേഗത്തിലാവാൻ വേണ്ടിയിട്ട്, ഇത് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് നീ നിൻ്റെ നാവ് ചലിപ്പിക്കേണ്ടതില്ല. ഇന്ന അലൈന. തീർച്ചയായും നമ്മുടെ മേലാണ്. ജംഅഹു. അതിനെ സമാഹരിക്കേണ്ടതും അഥവാ ഒരുമിച്ച് കൂട്ടേണ്ടതും. ഖുർആന. അത് വായിച്ചു തരേണ്ടതും. ഈ ഖുർആനിനെ ഒന്നിച്ച് ആക്കി തരേണ്ടതും അതേപോലെ തന്നെ അതിൻ്റെ വായനയും അതിൻ്റെ ഖിറാഅത്തും നമ്മുടെ മേലുള്ള ബാധ്യതയാണ്, ചുമതലയാണ്. ഫൈദ ഖറഅനാഹു. അത് വായിച്ചു തരുമ്പോൾ, നാം നിനക്ക് അത് വായിച്ചു തരുമ്പോൾ, ഫത്തബിഅ. നീ പിൻപറ്റുക ഖുർആന. അതിൻ്റെ വായനയെ, അതിൻ്റെ വായനയെ അഥവാ ഖിറാഅത്തിനെ നീ പിന്തുടരണം. സുമ്മ. പിന്നെ, ഇന്ന അലൈന. നമ്മുടെ മേൽ തന്നെയാണ്. ബയാന. അത് വിശദീകരിക്കാനുള്ള കടമയും ആ ഖുർആൻ വിശദീകരിച്ചു തരേണ്ട ബാധ്യതയും തീർച്ചയായും നമ്മുടെ മേലാണ്. കല്ല. വേണ്ട. ബൽ. എന്നാൽ തുഹിബ്ബൂന. നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. അൽ ആജില. വേഗത്തിലുള്ള ജീവിതത്തെ അഥവാ ഐഹികമായ ജീവിതത്തെ. നിങ്ങൾ ഐഹിക ജീവിതത്തെ അല്ലെങ്കിൽ വേഗത്തിൽ കടന്നു പോകുന്ന ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു. വത്തദറൂന. നിങ്ങൾ അവഗണിക്കുന്നു. അൽ-ആഖിറ. പരലോകത്തെ, ശാശ്വതമായ പരലോകത്തെ നിങ്ങൾ അവഗണിക്കുകയും ചെയ്യുകയാണ്. വുജൂഹൻ. ചില മുഖങ്ങൾ. യൗമൈദിൻ. അന്നത്തെ ദിവസം. നാളിറ. പ്രസന്നമായിരിക്കും. ചില മുഖങ്ങൾ അന്ന് പ്രസന്നമായിരിക്കും. ഇലാ റബ്ബിഹ. അതിൻ്റെ റബ്ബിങ്കലേക്ക്. നാളിറ. നോക്കിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ റബ്ബിങ്കലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വുജൂഹൻ. മറ്റ് ചില മുഖങ്ങൾ. യൗമൈദിൻ. അന്നത്തെ ദിവസം. ബാസിറ. വിരണ്ട് ചുളിഞ്ഞു പോയിട്ടുണ്ടാവും. വിരണ്ട് ചുളിഞ്ഞു പോയിട്ടുണ്ടാവും അന്നത്തെ ദിവസം ചില മുഖങ്ങൾ. തളുന്നു. അത് വിചാരിക്കും. അൻ യുഫ്അല ബിഹ. അവക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന്. ഫാഖിറ. ഭയങ്കരമായ വിപത്ത്. ഭയങ്കരമായ വിപത്ത് വരാൻ പോകുന്നു എന്ന് അത് വിചാരിക്കുകയും ചെയ്യും. മനുഷ്യൻ തന്നെക്കുറിച്ച് നന്നായി അറിയാം എന്നും പലവിധ ന്യായവാദങ്ങൾ വെറുതെ പറയുന്നതാണെന്നും കഴിഞ്ഞ ആയത്തുകളിൽ പറയുകയുണ്ടായി. ഇവിടെ പറയുന്നത് ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി.
വേഗത്തിലാവാൻ വേണ്ടിയിട്ട്, വേഗത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നാവ് കൊണ്ട് ചലിപ്പിക്കേണ്ടതില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ, ജിബ്രീൽ അലൈഹി ഇസ്ലാം പാരായണം ചെയ്ത് കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ സൂറത്തുൽ ഖിയാമ പോലുള്ള ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സൂറത്താകുമ്പോൾ അദ്ദേഹം വേഗത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നാവ് കൊണ്ട് അത് പറഞ്ഞു നോക്കാറുണ്ടല്ലോ. വേഗം വേഗം നാവ് കൊണ്ട് അങ്ങനെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് മറന്നുപോവോ, ഏതെങ്കിലും ഭാഗം വിട്ടുപോവോ എന്ന് പേടിച്ചുകൊണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം, അതിൻ്റെ ആവശ്യമില്ല. നീ വേഗത്തിലാവാൻ വേണ്ടിയിട്ട്, വേഗത്തിൽ ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് നാവ് കൊണ്ട് ചലിപ്പിക്കേണ്ട ആവശ്യമില്ല. നാം തന്നെയാണ് ഇന്ന അലൈന ജംഅഹു വ ഖുർആന, ഈ ഖുർആൻ നിൻ്റെ മനസ്സിൽ സംഘടിപ്പിച്ച് വെക്കുന്നത്, അഥവാ ഖുർആൻ മുഴുവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹൃദിസ്ഥമാക്കുന്നതിന് അത് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്. അതേപോലെ തന്നെ വ ഖുർആന, അത് പാരായണം ചെയ്തു തരുന്നതും അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഖുർആൻ മുഴുവനും ഹൃദിസ്ഥമാക്കുക എന്ന് പറയുന്നത് അള്ളാഹു ചെയ്തു തരേണ്ട സംഗതിയാണ്. ജിബ്രീൽ അലൈഹി ഇസ്ലാം മുഖേന അള്ളാഹു അത് ചെയ്തു കൊടുക്കും. അത് പാരായണം ചെയ്തു തരേണ്ടതും അള്ളാഹുവിൻ്റെ തന്നെ ബാധ്യതയാണ്. അള്ളാഹു അതിനുള്ള വഴി കാണിക്കും. റസൂൽ വളരെ വേഗത്തിലാവാൻ വേണ്ടിയിട്ട് നാവ് കൊണ്ട് അങ്ങനെ വേഗം വേഗം പാരായണം ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് പറയേണ്ടതില്ലാണ്. അതിൻ്റെ ആവശ്യമില്ല. അള്ളാഹു അതിന് പരിഹാരമാർഗം കണ്ടിട്ടുണ്ട് എന്നർത്ഥം. ഫൈദ ഖറഅനാഹു ഫത്തബിഅ ഖുർആന, ഞാനിത് ഓതിത്തന്നാൽ എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കൊണ്ട് അത് താങ്കൾക്ക് ഓതിക്കിട്ടിയാൽ, ഫത്തബിഅ ഖുർആന, ആ ഖുർആൻ ഓതുന്ന ശൈലി അതിനെ പിന്തുടരുക. അതായത് ആ സമയത്ത് മിണ്ടാതിരുന്നു കൊണ്ട് എങ്ങനെയാണോ ജിബ്രീൽ അലൈഹി ഇസ്ലാം ഓതി തരുന്നത് അതിൻ്റെ ആശയവും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിക്കൊണ്ടേയിരിക്കുക. അത് അങ്ങനെ ജിബ്രീൽ അലൈഹി ഇസ്ലാം ഓതി തരുന്നതിൻ്റെ ആ കൂടെ തന്നെ നിൽക്കുക. സുമ്മ ഇന്ന അലൈന ബയാന, പിന്നെ അതിൻ്റെ ബയാനും വിശദീകരണവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് പലപ്പോഴും ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആയത്തിൻ്റെ വിശദീകരണം ആരായാറുണ്ടായിരുന്നതാണ്. ഇത് വന്നതിന് ശേഷം പിന്നീട് അദ്ദേഹം ഒന്നും ചോദിക്കാറുണ്ടായിരുന്നില്ല. കാരണം വിശദീകരിക്കേണ്ട ഭാഗങ്ങൾ മറ്റ് ഭാഗങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. അത് വിശദീകരിച്ച് കിട്ടണം, ഒന്നുകൂടി വ്യക്തമാവണം എന്ന് ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് അതിൻ്റെ സമയമെത്തുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുറക്ക് അത് നിർവഹിച്ചുകൊണ്ടിരിക്കും എന്നർത്ഥം. ആ കാര്യത്തിന് വേണ്ടിയിട്ട് വല്ലാതെ വിഷമിക്കേണ്ടതില്ല. ഞാൻ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന്, ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇത് കിട്ടിയതിന് ശേഷം, ഈ സൂക്തം വന്നതിന് ശേഷം പിന്നീട് അദ്ദേഹം അത് ആ ഒരു വിശദീകരണം വേണം എന്ന രൂപത്തിലേക്ക് കൂടുതൽ ഇതായിരുന്നില്ല. മാത്രമല്ല, എന്താണോ ജിബ്രീൽ പറയുന്നത് അത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടു നിൽക്കുന്ന അവസ്ഥയായിരുന്നു എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. കല്ല, വേണ്ട, ബൽ തുഹിബ്ബൂനൽ ആജില, പക്ഷേ അവർ, നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം അവിശ്വാസികളായ ആളുകൾ, അവിടെ ഈ ആർത്തി, ബൽ തുഹിബ്ബൂനൽ ആജില, നിങ്ങൾ ദുനിയാവിൻ്റെ കാര്യത്തിൽ ആർത്തി കാണിക്കുകയാണ്. ആജില എന്ന് പറഞ്ഞാൽ, അജലത്ത് എന്ന് പറഞ്ഞാൽ ആർത്തിയാണ്. ഈ ലോകത്തുള്ള സംഗതികളെ സംബന്ധിച്ച് കൂടുതൽ വേഗത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ദുനിയവിയായ കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള സമീപനം മനുഷ്യൻ കൂടുതലായി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ തദറുൽ ആഖിറ, ഇനി ആഖിറത്താണ് വരാനുള്ളത്, പരലോകമാണ് വരുന്നത്, അതിനെ നിങ്ങൾ അവഗണിക്കുകയാണ്. പരലോകത്തെ അവഗണിച്ചുകൊണ്ട് ഈ ലോകത്ത് വാരിക്കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അത് ഒഴിവാക്കണം എന്ന് തന്നെയാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് സൂചിപ്പിക്കുന്നു, ചില മുഖങ്ങൾ അഥവാ വിശ്വാസികളുടെ മുഖങ്ങൾ നാളിറ, പ്രസന്നമായിരിക്കുമെന്ന്, വളരെ തെളിഞ്ഞ മുഖങ്ങളായിരിക്കും. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ പറയുന്നത് എന്ന രൂപത്തിൽ ആ വിശ്വാസികളെ നോക്കിക്കൊണ്ടിരിക്കുന്ന അന്ത്യനാളിൽ സത്യവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിനെ കാണുമെന്ന് ഈ സൂക്തത്തെ അവലംബിച്ചുകൊണ്ട് ഒരുപാട് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതായത് ഇലാ റബ്ബിഹാ നാളിറ, തൻ്റെ രക്ഷിതാവിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കും. വിശ്വാസികൾക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റും. അവരുടെ ഒരു ആഗ്രഹമാണ്, ചിരകാല അഭിലാഷമാണ് തൻ്റെ നാഥനെ ഒന്ന് കാണുക എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കാണാൻ സാധ്യമല്ല. പരലോകത്ത് വിശ്വാസികൾക്ക് മാത്രം അള്ളാഹു അവനെ കാണാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. അപ്പോൾ റബ്ബിനെ കാണാൻ ആ സമയത്ത് റബ്ബിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും വിശ്വാസികളായ ആൾക്കാർ. അതേസമയം അവിശ്വാസികളായ ആളുകൾ വുജൂഹുൻ യൗമൈദിൻ ബാസിറ, ചില മുഖങ്ങൾ അന്ന് വിളറി വിരണ്ട് ചുളിഞ്ഞ് കിടക്കുന്നുണ്ടാകും. ആ സമയത്ത് തളുന്നു യുഫ്അല ബിഹാ ഫാഖിറ, എന്തോ ഭയങ്കര വിപത്ത് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നത് അപ്പോൾ വിചാരിക്കും. അതവരുടെ മുഖത്ത് തന്നെ പ്രകടമായിരിക്കും. അവിശ്വാസികളായ ആളുകൾ
അവിചാരിതമായ സംഗതി, ഇങ്ങനെ ഒരു ലോകം കണ്ടുമുട്ടേണ്ടി വരുമെന്ന് മനസ്സിൽ ധരിക്കാത്തതായതുകൊണ്ട് അവരുടെ മുഖമൊക്കെ ആകെ വിളറി ആകെ ചുളിഞ്ഞ് എന്തോ ഒരു ഭീകരാന്തരീക്ഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നൽ അവരുടെ മുഖം കണ്ടാൽ തന്നെ ഉണ്ടാകും. അപ്പോൾ വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും അവിശ്വാസികളായ ആളുകൾക്ക് സംഭവിക്കുന്നതൊക്കെ നേരത്തെ തന്നെ മനസ്സിലായതുകൊണ്ട് അവിശ്വാസത്തെ അവഗണിച്ചുകൊണ്ട് തൻ്റെ നാഥൻ്റെ മാർഗത്തിലേക്ക് കഴിവതും വേഗം മടങ്ങാനുള്ള ശ്രമം നടത്തുക. റബ്ബ് നമ്മെ സഹായിക്കട്ടെ. വാഹൃദ വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.